നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോൾസ് ലോ ഒബേ ചെയ്യുന്നത്. റോൾസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. അതായത് വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? നമ്മൾ ഒരു വോളറ്റൈൽ ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ വോളറ്റൈൽ ലിക്വിഡിനകത്തുള്ള കമ്പോണൻസ് വോളറ്റൈൽ ആയിരിക്കും അല്ലേ? അത് സൊല്യൂട്ട് ആണെങ്കിലും സോൾവെന്റ് ആണെങ്കിലും ഇത് വോളറ്റൈൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ അതുമൂലം അത് ആവിയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ആ വേപ്പർ പ്രഷർ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിനകത്ത് അലിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ അതിനകത്തെ ഈ അലിഞ്ഞു കിടക്കുന്ന സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷനിൽ സോൾവെന്റും സൊല്യൂട്ടും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും കൂടുതലായിരിക്കും എന്നുള്ളതാണ് റോൾസ് ലോ പറയുന്നത്. ആ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിച്ചത്. അതിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അതിന്റെ പ്രത്യേകതകൾ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി എ എന്ന് പറയുന്നത് പി നോട്ട് എ കൈ എ ആയിരുന്നു. അതേപോലെ തന്നെ ഇത് എഴുതല്ലേ, ഇത് ഇന്നലത്തെയാണ്. പി ബി എന്ന് പറയുന്നത് പി നോട്ട് ബി കൈ ബി ആയിരുന്നു. അതേപോലെ തന്നെ പി ടോട്ടൽ എന്ന് പറയുമ്പോൾ പി എ പ്ലസ് പി ബി ആയിരുന്നു. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇതിന്റെ ഗ്രാഫ് ഈ ഒരു ലെവലിലായിരുന്നു ഇല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ടൈപ്പ് ഉണ്ട്. അതെന്നറിയോ? നോൺ ഐഡിയൽ സൊല്യൂഷന് എല്ലാം നോട്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇതെല്ലാം ഈക്വൽ ആയില്ലേ? നോൺ ഐഡിയൽ സൊല്യൂഷനിൽ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പം നിങ്ങൾ ഇത് എഴുതുക. സൊല്യൂഷൻ വിച്ച് does not obey. Solution which does not obey Raoult's law. Over entire range of concentration. Over entire range of concentration. Entire range of concentration. അങ്ങനെയാണെങ്കിൽ ഹിയർ നമുക്ക് എന്ത് എഴുതാം? പി എ നോട്ട് ഈക്വൽ ടു പി നോട്ട് എ കൈ എ ആയിരിക്കും. അതായത് മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല നോൺ ഐഡിയൽ സൊല്യൂഷന്. അതേപോലെ തന്നെ പി ബി നോട്ട് ഈക്വൽ ടു എന്താണ്? പി നോട്ട് എ കൈ എ ആയിരിക്കും. അതേപോലെ തന്നെ പി ടോട്ടൽ നോട്ട് ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നതും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നതും നോട്ട് ഈക്വൽ ടു 0. അപ്പൊ നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ അവിടെ 2 കണ്ടീഷൻ ഉണ്ടാകുന്നില്ലേ? നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാനും ആവാം ലെസ് ദാനും ആവാം. ശരിയാത്തില്ലേ? അതായത് ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ രണ്ടും വേണേൽ കൺസിഡർ ചെയ്യത്തില്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യാം. ഇതിന് ഈ നോട്ട് ഈക്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എ കൈ എന്ന് ആവാം. എഴുതരുത്, ഇത് എനിക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. അതേപോലെ തന്നെ ഇതിനെന്താ? പി എ ലെസ് ദാൻ പി നോട്ട് എ കൈ എന്ന് വേണേലും പറയാം ഇല്ലേ? അതേപോലെ ഇവിടെ അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാനും ഇവിടെയും ഗ്രേറ്റർ ദാൻ ലെസ് ദാനും കണ്ടീഷൻ ഉണ്ടാവാം. ഇവിടെയും ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഉണ്ടാവാം. ഇവിടെയും ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് രണ്ടായിട്ട് ഈ നോൺ ഐഡിയൽ സൊല്യൂഷനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്ര എഴുതുക. എച്ച് മിക്സ് ഈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ? ഓൺ മിക്സിംഗ് വേണമെങ്കിൽ അതും കൂടെ അവിടെ എഴുതി വെച്ചോ. ഓൺ മിക്സിംഗ് there is enthalpy change. On mixing there is enthalpy change. അതേപോലെ തന്നെ ഇവിടെയും ഓൺ മിക്സിംഗ് there is volume change. ഇനിയും നമ്മൾ എഴുതാൻ പോകുന്ന 2 ടൈപ്പ് ഓഫ് ഐഡിയൽ സൊല്യൂഷനെ പറ്റിയാണ്. 2 ടൈപ്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഇതിന്റെ എക്സാമ്പിൾ സഹിതം ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം. ഒന്നാമത്തേത് സൊല്യൂഷൻ
which shows positive deviation from Raoult's law. Solution which shows positive deviation from Raoult's lawയും സൊല്യൂഷൻ വിച്ച് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. അതായത് ഇത് ആദ്യം ഒരെണ്ണം എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇനി അടുത്തതിലേക്ക് പോകാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ, ഇത് എ എന്ന് പറയുന്ന കമ്പോണന്റ് സോൾവെന്റ് ആണ്. ഇതിനകത്ത് എ ഇന്ററാക്ഷൻ ആണ് ഇല്ലേ. ഇത് ഒരു സോൾവെന്റ് ആണ്, ഇതൊരു സോൾവെന്റ് ആണ്. ഇത് വോളറ്റൈൽ സോൾവെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് എ എന്ന് പറയുന്ന മോളിക്കൂൾ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്ന മോളിക്കൂളിൽ തമ്മിലുള്ള ബോണ്ടിങ് അവനെ നമുക്ക് എ ഇന്ററാക്ഷൻ എടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ, എ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ. അതേപോലെ തന്നെ ഇത് എന്തിനകത്തോട്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്? ബി എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ സൊല്യൂട്ടിനകത്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്. വോളറ്റൈൽ സൊല്യൂട്ട്, അതും ലിക്വിഡാണ്. അതും ലിക്വിഡ് തന്നെയാണ്. ഇവിടെ ബി എന്ന് പറയുന്ന മോളിക്കൂൾ ആയതുകൊണ്ട് തന്നെ ഇവിടത്തെ ഇന്ററാക്ഷനെ നമുക്ക് ബി ഇന്ററാക്ഷൻ എന്ന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ. ഐഡിയൽ സൊല്യൂഷനകത്ത് എ ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും ബി ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന ഇത് രണ്ടും ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? എയുടെ മോളിക്കൂൾ പൊട്ടണം, എയുടെ ബോണ്ട് പൊട്ടണം, ബിയുടെ ബോണ്ട് പൊട്ടണം. അങ്ങനെ എയും ബിയും വന്ന് ചേർന്നിട്ട് എ ബി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ശരിയല്ലേ? എ ബി ഇവിടുത്തെ ഇന്ററാക്ഷനെ നമ്മൾ ഇത് സൊല്യൂഷൻ. ഇതിനെ നമ്മൾ എ ബി ഇന്ററാക്ഷൻ ആയിരിക്കും പറയുന്നത്. അതായത് ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എ ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും ബി ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും എ ബി ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും സെയിം ആയതുകൊണ്ടാണ് അവിടെ എൻതാൽപ്പി ചേഞ്ചോ വോളിയം ചേഞ്ചോ ഒന്നും ഇല്ലാത്തത്. കാരണം നിങ്ങളോട് പറഞ്ഞു എ ഇന്ററാക്ഷനും ഇപ്പം ഇതിന്റെ വോളിയം, ഈ എ എന്ന് പറയുന്ന ഒരു മോളിക്കൂളിന്റെ വോളിയം 2 ലിറ്റർ ആണെന്ന് വിചാരിക്കുക, ബിയുടെ 1 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഐഡിയൽ സൊല്യൂഷനിൽ കിട്ടുന്നത്, സൊല്യൂഷന്റെ ഇതിൽ കിട്ടുന്നത് 3 ലിറ്റർ ആയിരിക്കും. കാരണം എന്താ, അവിടെ ചേരുന്ന ആൾക്കാരുടെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ വോളിയം എക്സ്ചേഞ്ച് ഒന്നുമില്ല, ഡെൽറ്റ വി മിക്സ് 0 എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അപ്പം ഇവിടത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നോക്കിയോളൂ. അലോണ ഇത്രയും എഴുതിപ്പിച്ചായിരുന്നു. അത്ര എഴുതിപ്പിക്കാൻ എത്ര സ്ഥലം വിടണമെന്ന് വെച്ചാൽ അത് വിട്ടേക്കണേ. ഒരു പേജോളം വിടണമായിരിക്കും. ഓക്കെ സാർ. ഓക്കെ, അപ്പം നോക്കിയോളൂ. ഇനിയും നമുക്ക് 2 ടൈപ്പ് ഓഫ് ഐഡിയൽ സൊല്യൂഷനകത്ത് സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇവിടെയും എ എന്ന് പറയുന്ന ഒരു സോൾവെന്റ് ബി എന്ന് പറയുന്ന സൊല്യൂട്ടിനകത്ത് മിക്സ് ചെയ്ത് എ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതാണ് കൺസെപ്റ്റ്, അത് തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ഇന്ററാക്ഷനെ പറ്റി പറയാം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഇവിടെ എ ബി ഇന്ററാക്ഷൻ ആർ വീക്കർ ദാൻ എ ആൻഡ് ബി ഇന്ററാക്ഷൻ. അതായത് ഇവിടെ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ ഇന്ററാക്ഷൻ അത് ഉണ്ടായ സൊല്യൂഷനെ, അതായത് സൊല്യൂട്ടിനെക്കാളും സോൾവെന്റ് മോളിക്കൂളിന്റെ ഇന്ററാക്ഷനെക്കാട്ടിലും വീക്കർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇത് പറയുന്നത്. അപ്പം എ ബി എന്ന് പറയുന്ന സൊല്യൂഷന്റെ ഇന്ററാക്ഷൻ വീക്കർ ആണെങ്കിൽ അവർ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുമെന്നാണ് അതിനർത്ഥം. അതായത് അവർ പെട്ടെന്ന് വേപ്പറായി പോകുന്ന അർത്ഥം അല്ലേ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എഴുതാം, എ ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും ബി ഇന്ററാക്ഷന്റെ സ്ട്രെങ്തും ഗ്രേറ്റർ ദാൻ എ ബി ഇന്ററാക്ഷൻ ആണ്. ശരിയല്ലേ? സ്ട്രെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. സ്ട്രെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് അല്ലേ. സ്ട്രെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെങ്ത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും നോക്കുവാണെങ്കിൽ എ ബിയുടെ ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ എ ബി ആണല്ലോ നമ്മുടെ സൊല്യൂഷൻ. ഈ സൊല്യൂഷനകത്തെ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ടിങ് വീക്കർ ആണെങ്കിൽ അത് പെട്ടെന്ന് ആവിയാവത്തില്ലയോ? ആദിത്യ പറഞ്ഞ ആദിത്യ. അതായത് എയും ബിയും ചേർന്നിട്ട് എ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടായി. എ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഒരു വോളറ്റൈൽ സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടായത്. അപ്പൊ എ ബിയുടെ സ്ട്രെങ്ത് വളരെ വീക്ക് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിന്റെ വേപ്പർ പ്രഷർ, അതായത് അത് ആവിയാവോ, പെട്ടെന്ന് ആവിയാവോ അതോ പെതുക്കെ ആവിയാവോ? കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് വളരെ വീക്ക് ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചർ വെച്ചാൽ തന്നെ അത് എന്തായിട്ട് പോകും? ആവിയായിട്ട് പോകും എന്നല്ലേ അതിനർത്ഥം?
അപ്പം വേണ്ട ഇത് എഴുതണം. എ ബി ഇൻട്രാക്ഷൻ ആർ വീക്കർ ദാൻ എ എ ഇൻട്രാക്ഷൻ ഡ്യൂ ടു ദിസ്. ഇവിടെ എഴുതുക ഡ്യൂ ടു ദിസ് the vapor pressure of pressure of resulting solution increases and shows positive deviation from Rolle's law. Positive deviation from Rolle's law. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് നോക്കണം. ഗ്രാഫ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നലെ റോൾസ് ലോയുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു വരച്ചത്? ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെയായിരുന്നു വരച്ചത് അല്ലേ? അതായത് ഇങ്ങനെ ഇവിടെ വേപ്പർ പ്രഷർ ഞാൻ വി പി എന്ന് എഴുതുവാണ് വേപ്പർ പ്രഷറിനെ. ഇവിടെയും വേപ്പർ പ്രഷർ എന്ന് എഴുതുന്നു, ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതുന്നു. നമുക്കറിയാം ഇവിടെ കൈ എനെ എന്തെടുക്കണമെന്നാണ് പറഞ്ഞത്? 1 ആയിട്ടും, അത് ഇവിടെ വരുമ്പോൾ കൈ എ എന്തായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്? 0 ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കൈ ബി എന്താ? കൈ എ 1 ആണെങ്കിൽ കൈ ബി ഇവിടെ 0 ആയിരിക്കണം. കാരണം കൈ എ പ്ലസ് കൈ ബി ചെയ്യുമ്പോൾ എപ്പോഴും 1 കിട്ടണം. അപ്പം ഇവിടെ മോൾ ഫ്രാക്ഷൻ 1 ആണെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ 1 ആണ്, ബി കുറവാണ്. അപ്പോൾ ബി ഇവിടെ എന്താണ്? ബിക്ക് വേപ്പർ പ്രഷർ അവിടെ ഇല്ല. കാരണം മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുമെന്നാണ് റോൾസ് ലോ പറയുന്നത്. അപ്പം എയുടെ വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അവിടെ ഒന്ന് എന്ത് ചെയ്യും? ഏതെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഇല്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കുറയുന്നതനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞ് 0 ആയി. അപ്പം ഈ ഭാഗത്ത് എ 0 ആണ്, പക്ഷേ ബിയുടെ മോൾ ഫ്രാക്ഷൻ 1 ആയതുകൊണ്ട് ഇവിടെ ബിയുടെ മോൾ ഫ്രാക്ഷൻ കാണിക്കാൻ വേപ്പർ പ്രഷർ വേണ്ടി ഇവിടെ ആയിരിക്കും. ഇത് പി നോട്ട് എയും ഇത് പി നോട്ട് ബി ആയിരിക്കും എന്നാണ് ഇന്നലെ പഠിപ്പിച്ചത്. ഇനി ഇങ്ങോട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നോക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യുക? പി ബി കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ 1 ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് അത് 0 ആവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പ്രഷറും കുറയും റോൾസിൽ വെച്ചിട്ട്. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഈ ലൈനാണ് നമ്മുടെ ടോട്ടൽ പ്രഷർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ പി ടോട്ടൽ ഇത് നമ്മുടെ പോസിറ്റീവ് ഡിവിയേഷൻ്റെ ഗ്രാഫ് അല്ല കേട്ടോ. പോസിറ്റീവ് ഡിവിയേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ബേസിക് ഗ്രാഫിൽ നിന്ന് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഈ ഗ്രാഫ് എല്ലായിടത്തും മുകളിലോട്ട് വരണം. അതായത് ഈ പി ടോട്ടലിൻ്റെ ഗ്രാഫ് എന്തായിട്ട് മാറും? പി ടോട്ടലിൻ്റെ ഗ്രാഫ് ഞാനിപ്പോൾ ഈ നീലയായിട്ട് കാണിച്ചിരിക്കുന്നതായിരിക്കും ശരിക്കും ഈ പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ ഗ്രാഫ്. എല്ലാ ലൈനും എന്ത് ചെയ്യും? മുകളിലോട്ട് എന്താണ് ജസ്റ്റ് ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് പോസിറ്റീവ് ഡിവിയേഷൻ്റെ ഗ്രാഫ്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടോ, വേപ്പർ പ്രഷർ വൈ ആക്സിസ് കൊടുത്തിരിക്കുക കണ്ടോ. അപ്പം വേപ്പർ പ്രഷർ കൂടുക എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ കൂടണമെങ്കിൽ എന്താ? അവിടുത്തെ ഉണ്ടായ സൊല്യൂഷൻ്റെ എ ബി ഇൻട്രാക്ഷൻ വളരെ വീക്കറാണ്. വളരെ വീക്കർ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആവിയാവുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ആ സ്പേസിൽ അതിനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസിൽ എന്തുണ്ടാവും? നല്ല പ്രഷർ ഉണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. പടം കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെ ഈ വാല്യൂ therefore ഇങ്ങനെ എഴുതുക. പി എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി നോട്ട് എ കൈ എ ആയിരിക്കും. അതേപോലെ തന്നെ പി ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി നോട്ട് ബി കൈ ബി ആയിരിക്കും. അതേപോലെ തന്നെ പി ടോട്ടൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 വരാൻ കാരണം എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് പഠിക്കണം. എന്താ അത് പറഞ്ഞുതരാം. ഇത് തൽക്കാലം എഴുതിക്കുക. തൽക്കാലം വരച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. വരയ്ക്കുക, ഇത് എഴുതുക.
എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ഡെൽറ്റ എച്ച് മിക്സ് എങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആയി, ഡെൽറ്റ വി മിക്സ് എങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആയി എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞോ. കാണിക്കാം. എവിടാ കാണിക്കണ്ടേ പറഞ്ഞോ. ഇപ്പൊ അവസാനത്തെ ഓക്കെ. ഇപ്പം ക്രിസ്റ്റ കയറിയെങ്കിൽ ക്രിസ്റ്റ ഒരു 2-3 പേജ് വിട്ടിട്ട് 2 പേജ് എത്ര പേജ് വിടണം ആരോണോ എന്ന് പറഞ്ഞേടാ. ഇപ്പൊ ഇത്ര എഴുതിയതിനകത്ത് 2 പേജ്. 2 പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കോ. അതായത് ഇവിടെ ഹൗ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ഹൗ ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ, ഇവിടെ interaction and BB interaction is stronger than AB interaction. അപ്പം ഇവിടെ എഴുതേണ്ടത് in order to form AB solution bond between AA and BB molecules should അല്ലെങ്കിൽ bond between the molecule should break എന്നാണ് should break. So we have to provide heat externally അല്ലേ. അങ്ങനെയാണെങ്കിൽ therefore എന്താ, നമ്മൾ എക്സ്റ്റേണലി അവിടെ കൊടുക്കുന്ന സമയത്ത് ആ ഉണ്ടായ ആളുടെ ഹീറ്റിന് വ്യത്യാസം ഉണ്ടാവും. മറ്റേന്ന് പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്താ, ആ ഉണ്ടാകുന്ന ആളുടെ സ്ട്രെങ്തും അതായത് ഇപ്പോൾ എയുടെ സ്ട്രെങ്തും ബിയുടെ സ്ട്രെങ്തും എബിയുടെ സ്ട്രെങ്തുമായിട്ട് ഈക്വൽ ആയതുകൊണ്ട് അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. ഇവിടെ ഇത് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റിനെ നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് കൊടുത്താലേ ഇത് പൊട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ അവിടെ എന്താണ് വേരിയേഷൻ ഉണ്ടായി. പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് കൂടുതലും റിയാക്ടൻ സൈഡിൽ ഹീറ്റ് കൂടുതലും പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് കുറവും എന്നുള്ള രീതിയിലായി. അപ്പോൾ അവിടെ എന്താൽപി ചേഞ്ച് ഉണ്ടാവും. therefore എന്താണ്, നമ്മൾ ഹീറ്റ് അകത്തേക്ക് കൊടുത്തുകൊണ്ടാണ് therefore ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറഞ്ഞ് എന്തായിട്ട് മാറി, ഗ്രേറ്റർ ദാൻ 0 ആയി. ഇത് ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഹൗ ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നൊന്നും അല്ല വരുന്നത്. ജസ്റ്റ് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എ ഇന്ററാക്ഷൻ ആൻഡ് ബി ഇന്ററാക്ഷൻ ഈസ് എന്താണ്, സ്ട്രെങ്ത് ഓഫ് എ ഇന്ററാക്ഷൻ ആൻഡ് ബി ഇന്ററാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ എ ബി ഇന്ററാക്ഷൻ. ഇങ്ങനെയല്ല ചോദിക്കുന്നത്, ഏതെങ്കിലും മോളിക്യൂൾ വന്നിട്ടായിരിക്കും ചോദിക്കുക, ഒരു എക്സാമ്പിൾ വന്നിട്ടായിരിക്കും ചോദിക്കുക. ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ്, ഹൗ ഡെൽറ്റ വി മിക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയത്. അപ്പം ഞാൻ പറഞ്ഞു തരാം, നോക്കിയോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ആദിത്യയും അഭിരാമും ഭയങ്കര ഫ്രണ്ട്സാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണെന്നർത്ഥം. അവർ ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി അവർ സ്കൂളിൽ ചെല്ലുമ്പം അടുത്തിരിക്കും. അതേപോലെ തന്നെ എന്താണ്, വാനയിൽ അവർ ഒരുമിച്ചാണെങ്കിൽ അടുത്തിരിക്കും, അമ്പലത്തിൽ പോകുമ്പോൾ ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോൾ ഒരുമിച്ച് പോകും. അപ്പോൾ അവരെപ്പോഴും അടുത്തായിരിക്കും. അപ്പോൾ അവരെ ഒരു മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒത്തിരി ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വോളിയം വളരെ കുറവായിരിക്കും ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിൽ. എന്നാൽ ഇൻ്ററാക്ഷൻ വീക്കാണ്, ഇവർ തമ്മിൽ അടിയായെങ്കിൽ പിന്നെന്താണ്, പിന്നെ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല. ഒരാൾ അന്തപ്പക്കം ഇരിക്കും, ഒരാൾ ഇന്തപ്പക്കം ഇരിക്കും, ശരിയല്ലേ. അപ്പം ഇവർ ഒരു മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ മോളിക്യൂളിന്റെ വോളിയം കൂടി. അപ്പോൾ ഇൻട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ മോളിക്യൂളിന്റെ സൈസ് കൂടുകയും ഇൻട്രാക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ മോളിക്യൂളിന്റെ സൈസ് കുറയുകയും ചെയ്യും. അതായത് സൈസ് കുറയാന്ന് പറയുമ്പോൾ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. വോളിയം കുറയും, വോളിയം കൂടും. ഇവിടെ എ ബിയുടെ ഇൻട്രാക്ഷൻ വീക്കാണ്.
എ ബിയുടെ ഇൻട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ അവിടെ എന്താൽപി അവിടെ ഡെൽറ്റ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം കൂടുതലാണ് അർത്ഥം. അപ്പോൾ ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ശരിയല്ലേ? അതായത് ഹിയർ എന്താണ് ഇങ്ങനെ എഴുതാം, എ ബി ഇൻട്രാക്ഷൻ ഈസ് വെരി വീക്ക് അല്ലേ? ഈസ് വീക്ക് എന്ന് എഴുതിയാലും മതി, വെരി വീക്ക് ഒന്നും വേണ്ട. very weak, therefore molecules tend to be far apart. So volume increases. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. ഇവിടെ എ ബി എന്ന് പറയുന്ന റിസൾട്ടിങ് സൊല്യൂഷന്റെ ഇൻട്രാക്ഷൻ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അവർ നല്ല അകന്നു മാറിയിരിക്കും. അപ്പം അതിന്റെ വോളിയം ഒരു വോളിയമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അകന്നു മാറിയിരിക്കുന്ന ഇന്തപ്പക്കം ഇരിക്കുന്ന 2 മോളിക്യൂൾസിനെ വെച്ചിട്ട് നിങ്ങളൊരു അല്ലെങ്കിൽ ആറ്റങ്ങളെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു വോളിയം ആക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആക്കുവാണെങ്കിൽ അതിന്റെ വോളിയം വളരെ വലുതായിരിക്കും എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇവിടുത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. ഈഥൈൽ അസറ്റോൺ പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത് കേട്ടോ. അസറ്റോൺ പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇതിനകത്ത് ബോണ്ടിങ് ഏതാണെന്ന് പഠിച്ചു വെക്കണം. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യുക, ഇപ്പോൾ പറഞ്ഞു പോകുന്നില്ല. കാരണം ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും മോളിക്യൂൾസ് തമ്മിൽ. അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഉണ്ടാവും. അല്ലാതെ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഇൻട്രാമോളിക്കുലർ ഉണ്ടാവും. അപ്പം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ടും അതിന്റെ സ്ട്രെങ്തിനെ പറ്റിയും ഒരു ധാരണ വേണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം എന്ത് ചെയ്യുക? അസറ്റോൺ പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് എഴുതുക. ഈഥൈൽ ആൽക്കഹോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് എഴുതാം. വേറൊരു എക്സാമ്പിൾ എഴുതാം. അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. അസറ്റോൺ പ്ലസ് കാർബൺ ഡൈസൾഫൈഡ്. അത് മതി. അടുത്തത് രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ഇല്ലേ? അപ്പോൾ 2 എഴുതിയിട്ട് എഴുതുക. സൊല്യൂഷൻ which shows negative deviation from Raoult's law. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷനെക്കാളും സ്ട്രോങ് ആണ്. എന്നാൽ ഇവിടെ എ ബി ഇൻട്രാക്ഷന്റെ സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹിയർ എ ബി interaction is stronger than A and B interactions. അപ്പോൾ നമുക്കറിയാം ഉണ്ടാകുന്ന റിസൾട്ടിങ് സൊല്യൂഷന്റെ ഇൻട്രാക്ഷനെയാണ് എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ആണ്. എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന മോളിക്യൂളും ആറ്റവും ബി എന്ന് പറയുന്ന ആറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എ ബി മോളിക്യൂളിന്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു നോർമൽ ടെമ്പറേച്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും വേപ്പറൈസ് ചെയ്യാനായിട്ട്. അപ്പം അവിടെ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യുന്നത് കുറവായിരിക്കും, വേപ്പർ പ്രഷർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ റോൾസ് ലോയിൽ വേപ്പർ പ്രഷർ കുറയണമെങ്കിൽ റോൾസ് ലോയുടെ ജനറൽ ഗ്രാഫിൽ നിന്ന് താഴോട്ട് വളച്ചു വേണം വരയ്ക്കാൻ. നേരത്തെ മുകളിലോട്ട് വരച്ചു. ഓക്കെ ആണല്ലോ?
അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഡ്യൂ ടു ദിസ് വേപ്പർ പ്രഷർ of a resulting solution decreases. ഇനി നമുക്ക് അവിടെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ നമ്മൾ വരയ്ക്കാം. ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ സൈഡിൽ വേപ്പർ പ്രഷർ, ഈ സൈഡിലും വേപ്പർ പ്രഷർ. ഇനി നമ്മൾ ഇവിടെ കൈ എ എന്ന് പറയുന്നത് 1 കൊടുക്കുന്നു. അപ്പോൾ കൈ ബി എന്തായാലും 0 ആയേ പറ്റത്തുള്ളൂ, കാരണം ടോട്ടൽ 1 വരണം. ഇവിടെ കൈ എ 1 ആണെങ്കിൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞ് കൈ എ എന്ന് പറയുന്നത് 0 ആവും. ഇവിടെ കൈ ബി എന്ന് പറയുന്നത് 0 ആണ്, അത് റൈറ്റിലോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, അത് തിരിച്ചാണ് നോക്കേണ്ടത്. കൈ ബി റൈറ്റ് സൈഡിൽ കൈ ബി 1 ആണ്, ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കൈ ബി 0 ആവും. അപ്പം ഇവിടെ എ മാത്രമേ ഉള്ളൂ, മോൾ ഫ്രാക്ഷൻ്റെ എ കൂടുതലാണ്, അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു P0 കൊടുത്തു. P0 അത് എന്ത് ചെയ്യുന്നു, അത് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും മോൾ ഫ്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കുറയുന്നു. ആ ഭാഗത്ത് ബിയുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അപ്പോൾ ബിക്ക് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ അതും എന്താവും, 0 ആയിട്ട് മാറും. ഇതിപ്പോൾ P0 B എന്ന് വരും. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ റോൾസ് ലോയുടെ ടോട്ടലിൻ്റെ ഗ്രാഫ്. ഇത് റോൾസ് ലോയുടെ ഗ്രാഫാണ്, ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. പി ടോട്ടൽ ഈസിക്കലും എന്താ, PA പ്ലസ് PB. പക്ഷേ നമുക്ക് ഇത് നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എ ബിയുടെ എന്താണ് ഇത് കുറവായിരിക്കും. എ ബിയുടെ ഇത് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, വേപ്പർ പ്രഷർ കുറവായിരിക്കും, കാരണം സ്ട്രെങ്ത് വളരെ കൂടുതലാണ് എ ബിയുടെ. അപ്പം നമുക്ക് അതിൻ്റെ നെഗറ്റീവ് ഡിവിഷൻ കാണിച്ച് വരയ്ക്കേണ്ടി വരും. താഴോട്ട് ഒരു വളവ്, ഇവിടെ ഇങ്ങോട്ടേക്ക് താഴോട്ട്, ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട്, ഇവിടെയും ഇങ്ങോട്ടേക്ക് തന്നെ ഇങ്ങനെ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ചോ സാർ. ഗ്രാഫിന് മേലുള്ള ഡെഫിനേഷൻ ഒന്ന് വായിക്കാമോ? ഓക്കെ സാർ. ഓക്കെ, ഗ്രാഫോട് വരച്ചോ. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതിച്ചിരി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പഠിപ്പിക്കുന്നത്, ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ എയുടെയും ബി ബിയുടെയും സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അപ്പം BB ഇല്ലേ, അത് ഇൻട്രാക്ഷൻ, അതായത് സ്ട്രെങ്ത് ആണ്, അതിൻ്റെ സ്ട്രെങ്ത് ഇല്ലേ, സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ആരെക്കാട്ടിലും AB-യുടെ സ്ട്രെങ്തിനെക്കാട്ടിലും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേപ്പർ പ്രഷർ കുറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിയർ നമുക്ക് എങ്ങനെ എഴുതാം, എല്ലാം കുറയുമായിരിക്കും. അതായത് മറ്റെല്ലാം കൂടുതലാണെങ്കിൽ ഇതെല്ലാം കുറയുമായിരിക്കും. PA ലെസ് ദാൻ എന്തെന്ന് എഴുതാം, P0 കയ്യെന്ന് എഴുതാം. അതേപോലെ തന്നെ PB ലെസ് ദാൻ P0B കൈ ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ P ടോട്ടൽ ലെസ് ദാൻ PA പ്ലസ് PB എന്ന് എഴുതാം. അതേപോലെ തന്നെ ഡെൽറ്റ H മിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0. ഡെൽറ്റ V മിക്സ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 0 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ, നേരത്തെ ആദിത്യയുടെയും ഡെൽറ്റ V മിക്സ് 0 ആവാൻ, ലെസ് ദാൻ 0 ആവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വളരെ വോളിയം കുറവാണെന്നർത്ഥം. അപ്പം നേരത്തെ ആദിത്യയും അഭിരാമും വളരെ കൂട്ടുകാരായിരുന്നു, വളരെ ഭയങ്കരമായിട്ട് കൂട്ടായിരുന്നു. അപ്പോൾ അവരെന്താ, സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ അടുത്തായിരിക്കുന്നത്, ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും അടുത്തിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയുമെന്ന് പറയുമ്പോൾ അവരെ ഒരു മോളിക്കൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആദിത്യ ഒരു ആറ്റവും അഭിരാം വേറൊരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB മോളിക്കൂളാണ്, AB എന്ന് പറയുന്ന മോളിക്കൂൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവരടുത്തിരിക്കുമ്പോൾ ആ വോളിയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. അതായത് അതാണ് ലെസ് ദാൻ 0 എന്ന് എഴുതിയത്. ഇനി എന്താണ് ഡെൽറ്റ H മിക്സ് ലെസ് ദാൻ 0 ആകാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്താണ്, ഹീറ്റിനെ റിലീസ് ചെയ്താലേ ആ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ ഹീറ്റിനെ പുറത്തോട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ പുറത്തോട്ട് റിലീസ് ചെയ്യുമ്പോഴാണ് ഡെൽറ്റ H മിക്സ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0 ആകുന്നത്.
അതായത് AB ഇൻട്രാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് ഹീറ്റിനെ റിലീസ് ചെയ്താലേ ആ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളും കൂടെ എഴുതിക്കോ. ഇതിൻ്റെ താഴോട്ട് എഴുതണം, സൈഡിലോട്ട് എഴുതണം. ഞാൻ ഈ സൈഡിലോട്ട് എഴുതി പോകുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ എന്ന് പറയുന്നത് അസറ്റോൺ പ്ലസ് ക്ലോറോഫോം. അതേപോലെ തന്നെ ക്ലോറോഫോം, അസറ്റോൺ പ്ലസ് ക്ലോറോഫോം പറഞ്ഞു. നൈട്രിക് ആസിഡ് പ്ലസ് വാട്ടർ. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് വാട്ടർ, HCl പ്ലസ് വാട്ടർ. ഇവരെല്ലാം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അസിയോട്രോപ്സ് എന്ന് എഴുതിക്കുക. AZEOTROPES, അസിയോട്രോപ്സ്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കോൺസ്റ്റന്റ്. നിങ്ങൾ എഴുതിയോ എന്ന് പറയണേ. എഴുതാത്തവരാരെങ്കിലും ഉണ്ടേ പറയണേ. എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. അസിയോട്രോപ്പ് ഹെഡിങ് എഴുതിക്കോ. അസിയോട്രോപ്പ്, AZEOTROPS, അസിയോട്രോപ്സ്. ഈ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ വെള്ളവും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HNO3 കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ഡൈല്യൂട്ട് HNO3 ആക്കുകയാണ്. അത് ജസ്റ്റ് റൂം ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഭിരാം ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അഭിരാം ഇവിടെ ഒന്ന്. ഓക്കെ, ഞാൻ ഒരു പാത്രത്തിനകത്ത് കോൺസെൻട്രേറ്റഡ് HNO3 എടുക്കുന്നു, മറ്റേ പാത്രത്തിനകത്ത് വെള്ളം എടുക്കുന്നു. എന്നിട്ട് ഞാൻ പെരുക്കെ ഈ HNO3 വെള്ളത്തിനകത്തോട്ട് ഒഴിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് ഇപ്പോൾ ഡൈല്യൂട്ട് HNO3 ആയി. ഞാൻ അതിനെ ജസ്റ്റ് തുറന്നിട്ട് ഒരു ടേബിളിൻ്റെ മണ്ടയ്ക്ക് റൂം ടെമ്പറേച്ചർ വെച്ചിരിക്കുകയാണ്. ഒരു 36 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഒരു ദിവസമാണെന്ന് വിചാരിക്കുക. നല്ല ചൂടുള്ള സമ്മർ ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് മിക്സ് ചെയ്തിരിക്കുവാണെങ്കിലും ആദ്യം ആരായിരിക്കും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്? അല്ലെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കുമോ പോകുന്നത്? അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കുമോ പോകുന്നത്? അല്ലെങ്കിൽ HNO3 ആയിരിക്കുമോ പോകുന്നത്? ഏതായിരിക്കും പോകുന്നത്? അഭിരാമിനോടാണേ. സർ വാട്ടർ. വാട്ടർ അല്ല, HNO3 ആണ്. HNO3 വോളറ്റൈൽ അല്ലേ? ശരിയല്ലേ? അതെ സർ. ഓക്കെ, അപ്പൊ HNO3 ആയിരിക്കും ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, പിന്നീട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ ഇവരെ രണ്ടുപേരെയും എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കും ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ ആയി മാറി എന്നർത്ഥം. അതായത് HNO3 എടുക്കുമ്പോൾ ഒരു 68% HNO3യും ഒരു 32% വാട്ടറും എടുത്തിട്ട് ആ ഒരു കോമ്പിനേഷനിൽ മിക്സ് ചെയ്ത് ഞാൻ അതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചായിരിക്കും വോളറ്റൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സൊല്യൂഷനുകളെയാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോണം, അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബൈനറി മിക്സ്ചറാണ്. അതിൻ്റെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും എന്നുള്ളതാണ്. അതായത് സെയിം ത്രൂ ഔട്ട്. ഞാൻ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്താണ്
ഒരേപോലെ ആയി മാറിയിട്ട് ഇവർ ഒരേപോലെ ആയിരിക്കും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുക. ഒരേപോലെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഒന്നായി എന്നർത്ഥം അല്ലേ? അതുകൊണ്ടാണ് ഇവർ ഒരേപോലെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? ആദ്യത്തെ കേസിൽ HNO3 ആയിരുന്നു ആദ്യം ഇവാപ്പറേറ്റ് ചെയ്ത് പോയത്, പിന്നെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയത് അല്ലേ? എന്നാൽ ഞാനൊരു കോൺസ്റ്റന്റ് ഒരു പെർട്ടിക്കുലർ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പം അസിയോട്രോപ്പ് നേരിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ആദ്യത്തെ സെന്റൻസ് എഴുതുക. ബൈനറി മിക്സ്ചേഴ്സ് having same composition in liquid at vapor phase and boils at a constant temperature. അതായത് ഒരു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൊല്യൂഷനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആ സൊല്യൂഷനകത്ത് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റ് ഉണ്ടാവും. ആ സൊല്യൂട്ടിനും സോൾവെന്റിനും ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് കുറവ് അവർ പെട്ടെന്ന് ആവിയായി പോകുന്നതാണ് സാധാരണത്തെ പതിവ്. എന്നാൽ നമ്മളൊരു പർട്ടിക്കുലർ അളവിൽ അവരെ എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനുസരിച്ച് നമ്മളൊരു പർട്ടിക്കുലർ അളവിൽ നമ്മൾ അവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവർ ബോയിൽ ആവുന്നത് ഒരേ ടെമ്പറേച്ചർ, രണ്ടുപേരും ഒരേ ബോയിലിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും രണ്ടിനും ഉള്ളത് എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അങ്ങനെയുള്ള മിക്സ്ചറുകളെയാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇത് എടുത്തിട്ട് ജസ്റ്റ് അതിനകത്ത് ഒരു 68% HNO3 എന്ന് എഴുതുക. അതേപോലെ തന്നെ ഒരു 32% വാട്ടർ എന്ന് എഴുതുക. വാട്ടർ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് എന്തെന്ന് എഴുതാം? അസിയോട്രോപ്പ് എന്ന് എഴുതാം. അസിയോട്രോപ്പാണ്. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ പഠിച്ച ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചതെങ്കിൽ ഇന്നു മുതൽ ബോയിലിംഗ് പോയിന്റിന് വേറൊരു ഡെഫിനിഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കൺസെപ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഓർത്തോണം. ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതി ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതുക. ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് എഴുതേണ്ടത് it is the temperature at which the vapor pressure of a solution becomes equal to surrounding pressure. നിങ്ങൾ +1 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നല്ലതായിട്ട് പഠിച്ച പിള്ളേരാണെങ്കിൽ ഇത് അതിനകത്തുണ്ടായിരുന്നു, നിങ്ങളത് മനസ്സിലാക്കണമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ വെള്ളം തന്നെ എടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ 100°C ആണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ വെള്ളത്തിനെ അടുപ്പേ വെച്ച് ചൂടാക്കുകയാണ്. വെള്ളം എപ്പോഴാണ് തിളയ്ക്കുന്നത്? ടെമ്പറേച്ചർ 100°C ആകുമ്പോൾ. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ മുകളിലോട്ട് വേപ്പർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അത് വേപ്പർ പ്രഷർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി. നിങ്ങൾ അടപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുക്കാതെ ഒരു 75% അതിനകത്ത് വെള്ളം എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ അടപ്പ് ഇങ്ങനെ പൊങ്ങുന്ന പോലെ കാണാം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അമ്മമാർ രാവിലെ എല്ലാ ദിവസവും കഞ്ഞി വെക്കുമല്ലോ, അല്ലെങ്കിൽ ചോറ് വെക്കുമല്ലോ. ചോറ് വെക്കുന്ന സമയത്ത് കഞ്ഞി ഊറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് കുക്കറിനകത്താണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ കലത്തിനകത്ത് വെക്കുന്ന കൺസെപ്റ്റിലാണ് പറയുന്നത്. അങ്ങനെ അടച്ചു വെച്ചിട്ട് അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ അടപ്പ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അതിൻ്റെ വേപ്പർ പ്രഷർ കൊണ്ടാണ്. അപ്പം എപ്പോഴാണോ ഒരു സബ്സ്റ്റൻസിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ സറൗണ്ടിങ് പ്രഷറുമായിട്ട് ഈക്വൽ ആകുന്നത് ആ സമയത്ത് മാത്രമേ അത് തിളയ്ക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രഷർ വളരെ കുറവാണ്.
അതായത് ഇപ്പം നമ്മളിപ്പം എന്താ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എക്സാമ്പിൾ ഒരു കർദുങ്കള പാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കടകളൊക്കെ വളരെ കുറവാണ്, കടകളൊക്കെ അതായത് ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ്. കാരണം അവിടെ കുക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, വളരെ പാടാണ്. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ 18,000 അടി ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് പ്രഷർ വളരെ കുറവാണ്. വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു സബ്സ്റ്റൻസ് ബോയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സബ്സ്റ്റൻസ് ഇപ്പം ഞാനിപ്പോൾ ബീഫ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ. ബീഫ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 110 ഡിഗ്രി സെൽഷ്യസിൽ ആ ബീഫ് ഇട്ട വെള്ളം വെട്ടി തിളയ്ക്കുവാണെങ്കിലേ ബീഫ് നന്നായിട്ട് കുക്ക് ആവത്തുള്ളൂ, ഇല്ലേ? അപ്പം ഈ 100 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് കൂട്ടിക്കോ. വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനർത്ഥം എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് വെള്ളത്തിന്റെ വേപ്പർ പ്രഷറും സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്ര? 1 atm ആണ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ 1 atm ആയിട്ട് എപ്പം നമ്മുടെ തിളയ്ക്കുന്ന സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആകുന്നോ അപ്പോഴേ അത് തിളയ്ക്കുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന കുക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എപ്പോൾ ഇതുമായിട്ട് ഈക്വൽ ആകുന്നോ അപ്പോഴേ തിളയ്ക്കത്തുള്ളൂ. മലമണ്ടയ്ക്ക് നമ്മൾ പോയാലോ, അല്ലെങ്കിൽ 18,000 അടി ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം, നോക്കിയോ. ഇതൊരു നിങ്ങൾ വരയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെ. ഇവിടെ ഞാൻ ഒരു ചരുവം വെച്ചിട്ട് ബീഫ് കുക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 atm ആണ്. ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഈ സബ്സ്റ്റൻസിൻ്റെ പ്രഷർ 1 atm, വേപ്പർ പ്രഷർ 1 atm ആകുമ്പോൾ ഇത് രണ്ടും മാച്ച് ആവും. അപ്പോൾ ഇത് തിളയ്ക്കും, കുക്കാവും. ഓക്കെ, അപ്പം ഇവിടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം 1 atm കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് 100 ആണ്. എന്നാൽ ഇതിനെ ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വേണ്ട ഈ ചരുവം വേണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്, ബീഫാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു 0.4 atm ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ തിളയ്ക്കും. ഇവിടെ എന്താ? ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴാണ് അത് മാച്ച് ആയതെങ്കിൽ ഇവിടെ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ ഇതിൻ്റെ വേപ്പർ പ്രഷർ ആ 4 atm ആയിട്ട് മാച്ച് ആവും. അതിനർത്ഥം 40 ഡിഗ്രി സെൽഷ്യസിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങും. 100 ഡിഗ്രി സെൽഷ്യസ് പോയിട്ട് 110 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം, അല്ലെങ്കിൽ അത്രയും ടെമ്പറേച്ചറിലെ ബീഫൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം 40 ഡിഗ്രി സെൽഷ്യസിലേ തിളക്കി വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളത് വാങ്ങി വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ബീഫ് വെന്ത് കാണത്തില്ല. കാരണം 40 ഡിഗ്രി സെൽഷ്യസ് ആയതേ ഉള്ളൂ അവിടെ. അപ്പോഴത്തേക്ക് ഇത് തിളച്ചു എന്ന് പറഞ്ഞ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, ഇല്ലേ? അപ്പം അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ലിവിങ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ യൂസ് പ്രഷർ കുക്കേഴ്സ് ഫോർ കുക്കിംഗ്. യൂഷ്വലി പ്രഷർ കുക്കറാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ ഒരു ഈ പറഞ്ഞ കർദുംഗ്ല പാസ് പോകുന്ന വഴിക്ക് തന്നെ ഒരു 16 അടി ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും പോകുന്ന വഴിക്ക് റോഡാണല്ലോ, അപ്പം അവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കയറുന്നത്. അപ്പോൾ അവിടെ എല്ലാം പ്രഷർ കുക്കറാണ്. അവിടെ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ പ്രഷർ കുക്കർ വെച്ചിട്ടാണ് അവർ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അത് അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മുകളിലോട്ട് പോകുമ്പോൾ ഹോട്ടലിൽ എടുത്ത കാരണം അവിടെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും പ്രഷർ വേരിയേഷൻ അവിടെ ഉണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് അവിടെ കുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു സബ്സ്റ്റൻസ് ബോയിൽ ആവണമെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷറും സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിൻ്റെ വേപ്പർ പ്രഷറും എപ്പോൾ ഈക്വൽ ആവുന്നോ അപ്പോഴേ അത് ബോയിൽ ആവത്തുള്ളൂ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ബോയിൽ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നല്ലതായിട്ട് വേവ് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും എന്താകത്തില്ല, കുക്ക് ആവത്തില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ജസ്റ്റ് എല്ലാം ഈ ബോയിലിംഗ് പോയിന്റ്. ഇനിയും ഇത് അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് പറയണം, അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ബോയിലിംഗ് പോയിന്റ് കണ്ടുകൊണ്ട്. ഇനിയും there are 2 types of azeotrops ഉണ്ട്, അതും കൂടെ എഴുതിക്കോ. there are 2 types of azeotrops. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അതേപോലെ തന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ മിനിമം ബോയിലിംഗ് നമ്മൾ എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ബോയിൽ ആവുമെന്ന് അർത്ഥം. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ബോയിൽ ആവും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ വേപ്പർ പ്രഷർ വളരെ കൂടുതലാണെന്ന് അർത്ഥം. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ അത് റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു അർത്ഥങ്ങളുണ്ട്. അപ്പം പോസിറ്റീവ് ഡീവിയേഷൻ, ഇത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്, വളരെ കുറച്ച് ബോയിൽ ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. അപ്പം ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയണം: സൊല്യൂഷൻ വിച്ച് ഷോസ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ആർ കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം എന്ന് കാണുമ്പോൾ നെഗറ്റീവ് എന്ന് ഉപയോഗിക്കരുത്. മിനിമം ബോയിലിംഗ് അർത്ഥം ലോജിക്കലി മനസ്സിലാക്കുക. മിനിമം ബോയിലിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി ബോയിലിംഗ് ആവശ്യമില്ല, അതിന് മുമ്പേ തിളയ്ക്കും.
എന്നാണ്. ഒത്തിരി ടെമ്പറേച്ചർ ആവശ്യമില്ല, അതിന് മുമ്പേ അത് തിളയ്ക്കും എന്നാണ്. അതിനർത്ഥം എന്താ? അതിൻ്റെ വേപ്പർ പ്രഷർ പെട്ടെന്ന് വേപ്പറായി എന്നർത്ഥം. അതിൻ്റെ വേപ്പർ പ്രഷർ വളരെ കൂടി എന്നർത്ഥം. അതിൻ്റെ വേപ്പർ പ്രഷർ സറൗണ്ടിങ് പ്രഷറുമായിട്ട് പെട്ടെന്ന് മാച്ച് ചെയ്തെന്ന അർത്ഥം. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലാണെന്നൊരു കൺക്ലൂഷനിലെത്തി. വേപ്പർ പ്രഷർ കൂടുതലാകുന്നത് എപ്പോഴാണ്? അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോഴാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മിനിമം ബോയിലിംഗ് ആയതുകൊണ്ട് തന്നെ വെറും പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ പാടില്ല, ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നേ പറയാൻ പാടുള്ളൂ, ഇല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: സൊല്യൂഷൻ which shows large positive deviation from Raoult's law. Raoult's law. അത് ഓൾറെഡി ഇനി ആർ കോൾഡ് മിനിമം എന്ന് എഴുതണ്ട, ഓൾറെഡി അതിനെപ്പറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. എക്സാമ്പിൾ ഒന്ന് എഴുതിക്കണം. എക്സാമ്പിൾ എഴുതിയിട്ട് എഥനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ, എഥനോൾ പ്ലസ് വാട്ടർ H2. അതായത് ഇവരെടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ബോയിലാവും. മിനിമം ബോയിലിംഗ്, പെട്ടെന്ന് ബോയിലാവും, പെട്ടെന്ന് തിളയ്ക്കും. ഓക്കെ. രണ്ടാമത്തേത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം ബോയിലിംഗ്, പേര് പറയുന്ന പോലെ തന്നെ ലോജിക്കലി മാക്സിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതായിട്ട് തിളപ്പിക്കണം എന്ന് പറയാൻ അർത്ഥം എന്തുവാ? അതിന് വേപ്പറാകാൻ താമസം ഉണ്ടെന്ന് അർത്ഥം. വേപ്പറാകാൻ താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അർത്ഥം, വേപ്പർ പ്രഷർ കുറവാന്നർത്ഥം. നെഗറ്റീവ് ഡീവിയേഷൻ മാക്സിമം ബോയിലിംഗ് എന്ന് പറയുമ്പോൾ വെറും നെഗറ്റീവ് എന്ന് പറയാൻ പാടില്ല, ലാർജ് ഡീവിയേഷൻ ഫ്രം ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്ന് വേണം എഴുതാനായിട്ട്. അപ്പം അതിനെ ഇങ്ങനെ എഴുതാം: സൊല്യൂഷൻ which shows large negative deviation from എന്താണ്? റോൾസ് ലോ. എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ HNO3 പ്ലസ് വാട്ടർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. HNO3 പ്ലസ് H2. എഴുതാനുണ്ടെ പറയാ. ഞാൻ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഓക്കെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഹെഡിങ് എഴുതിക്കോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ് അതിൻ്റെ തന്നെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാനുള്ളത് നമുക്ക് മാക്സിമം ഒരു ക്ലാസ്സും കൂടെ മതി ഈ ചാപ്റ്റർ തീരാനേ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സൊല്യൂട്ടിൻ്റെ അതായത് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും വേണം. സൊല്യൂട്ട് കൂടുതൽ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറവ് ആഡ് ചെയ്യുന്നതോ അനുസരിച്ചുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ബീഫൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് വേവിക്കും. ഉപ്പെന്ന് പറയുന്നൊരു സൊല്യൂട്ടാണ്. ആ സൊല്യൂട്ട് ഇടുന്ന സമയത്ത് അത് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു വേരിയേഷൻ, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നോർമൽ വാട്ടർ തിളയ്ക്കുമെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം തിളയ്ക്കുന്നത് 110 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതിനർത്ഥം അവിടെ കുറേ കൂടെ ഹീറ്റ് ആ ബീഫിന് കിട്ടുന്നതെന്ന് അർത്ഥം, നല്ല രീതിയിൽ കുക്കാവുന്ന അർത്ഥം. അത് പണ്ടുള്ളവർ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് വേവിക്കുക എന്ന് പറയത്തില്ലേ? ഉപ്പിട്ട് വേവിക്കുക എന്ന് പറയുമ്പോൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം കാനഡ അല്ലെങ്കിൽ UK പോലെയുള്ള 6 മാസം റോഡൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല്ല അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും. അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും റോഡിൽ കൂടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഭയങ്കര ദുർഘടമാണ്. അതൊക്കെ പോട്ടെ, ഇവിടെ ഈ കാശ്മീരിൽ ഇപ്പം എൽ നിനോ പ്രതിഭാസം എന്ന് പറഞ്ഞൊരു ഒരു 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 ഫിനോമിനോൺ ഉണ്ട്, നേച്ചറിൽ നടക്കുന്നതാണ്. അതിൻ്റെ ഒരു ആഘാതം മൂലം ഇപ്പം
ഈ കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷവും ഇതിന് തൊട്ട് മുമ്പത്തെ വർഷവും, ഈ വർഷം കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിരുന്നു കാശ്മീരിലും ഹിമാചലിലെയൊക്കെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഐസ് അവിടുത്തെ ഡാൽ തടാകത്തിൻ്റെ മണ്ടയ്ക്ക് വന്നെന്നാണ് പറയുന്നത്. ഞാൻ ഈ തവണ പോയില്ല, പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു. അപ്പം തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി തണുപ്പായിരിക്കും. അപ്പം അവിടെ റോഡിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ഇവിടെ ഗവൺമെൻറ് അതിനെപ്പറ്റി ബോധമിടൊന്നുമല്ല. പക്ഷേ നമ്മുടെ കാനഡ, അതേപോലെ തന്നെ UK പോലെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ രാത്രിയിൽ ഗവൺമെൻറ് അതോറിറ്റീസ് ഒരു വലിയ കണ്ടെയ്നറിനകത്ത് ഉപ്പ് കൊണ്ടുവന്നിട്ട് ആ ഉപ്പ് കൊണ്ടുവന്ന് റോഡിലൊക്കെ ഇടും. ഈ ഉപ്പ് ഒരു സൊല്യൂട്ടാണ്, അതൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ഉപ്പ് ഈ ഐസിൻ്റെ മണ്ടയ്ക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ ഐസ് എല്ലാം ഉരുകി വെള്ളമായിട്ടിരിക്കും. അപ്പോൾ ആ റോഡെല്ലാം ക്ലിയർ ആവും. റോഡിലൊക്കെ നിറച്ച് നമ്മുടെ മുട്ടറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരയറ്റം ഐസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ JCB വെച്ച് കോരിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നൈറ്റ് വന്ന് ഉപ്പിടുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസിങ് പോയിന്റ് കുറയുന്ന പറഞ്ഞാൽ അത് ഉരുകുക എന്നർത്ഥം. മനസ്സിലായോ? അപ്പം സൊല്യൂട്ട് ഇടുന്ന സമയത്ത് അവിടുത്തെ എന്താണ് ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു, ഡിപ്രഷനായി. മറ്റേ കേസിൽ എന്താ, അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കൂടി. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് സൊല്യൂട്ട് മോളിക്യൂൾ, എസ്പെഷ്യലി നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട്, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് നമ്മൾ ഒരു സോൾവെൻറ്റിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂഷൻ്റെ എന്തൊക്കെയോ പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാം. തൽക്കാലം ഇതൊന്ന് എഴുതിയിട്ടോ. ദ പ്രോപ്പർട്ടീസ് ഓഫ് dilute solution, properties of dilute solution which depends only on the number of solute particle but not on the individual identity of particle. Individual identity of particle. നമ്പർ ഓഫ് പാർട്ടിക്കിളെ മാത്രമേ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ സ്വഭാവം, നേച്ചർ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ കൂടുതൽ, അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 എഴുതണേ. ഞാൻ ഒരു ആരോടാണ് ചോദിക്കുന്നത്, അനീറ്റ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അനീറ്റ ഇവിടെ ഉണ്ടോ? ഓക്കെ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അത് ഐസ് ആവുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അനീറ്റ? 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം എടുത്തു, അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, വേറൊരു ഗ്ലാസ്സിൽ അതേ ക്വാണ്ടിറ്റി വെള്ളം എടുക്കുന്നു, പക്ഷെ മറ്റേ ഗ്ലാസ്സിനകത്ത് ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിനകത്ത് കുറച്ച് ഉപ്പ് ഇടുന്നു. അപ്പം ഇപ്പം ഒരു ഗ്ലാസ് നോർമൽ വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളമുണ്ട്. ഇതിനെ രണ്ടിനെയും ഞാൻ ഒരേ സമയം കൊണ്ട് ഫ്രീസറിനകത്ത് വെക്കും. ആരായിരിക്കും അനീറ്റ ആദ്യം ഐസ് ആവുന്നത്? ഉപ്പിടാത്തത്. അതെന്തുകൊണ്ടാണ് ഉപ്പിടാത്തത് ഐസ് ആവുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റീസൺ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞ ഡിപ്രഷൻ ഉണ്ട്. അതാണ് അതിന്റെ കാരണം. അതായത് നമ്മൾ ഒരേ സമയം ഒരു നോർമൽ വാട്ടറും ഉപ്പ് വെള്ളവും കൂടെ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഐസ് ആവുന്നത് എന്തായിരിക്കും എന്ന് അറിയുമോ? വെള്ളമായിരിക്കും. കാരണം ഉപ്പിടുന്ന സമയത്ത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലും താഴെ പോകും, ഒരു -5 ആവും. അപ്പം നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ആദ്യം റീച്ച് ആവുന്ന ടെമ്പറേച്ചർ 0 തണുക്കുമ്പോൾ, പിന്നീട് -5 ആകത്തുള്ളൂ. അപ്പോൾ -5 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ഐസാവും. അപ്പോൾ ആദ്യം ഐസാവുന്നത് അതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇനിയും കൂടുതൽ സൊല്യൂട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 സ്പൂൺ ഉപ്പേ ഇട്ടുള്ളൂ, ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? അതിൻ്റെ -5 എന്നുള്ളത് ചിലപ്പോൾ -10 ആവും, വീണ്ടും ഡിപ്രസ്ഡ് ആവും. മനസ്സിലായോ? എന്നാൽ വീണ്ടും അനീറ്റോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഇത് ഐസായി, 2 ഐസായി എന്ന് വിചാരിക്കുക.
ഞാൻ രണ്ടിനെ എടുത്ത് നോർമൽ ഒരു വെളിയിൽ ഒരു റൂം ടെമ്പറേച്ചർ വെക്കുന്നു, ആദ്യം ആരായിരിക്കും വെള്ളമാവുന്നത്? ഉപ്പിട്ടതായിരിക്കും. അതെന്താ കാരണം? കാരണം കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ എപ്പോഴും എല്ലാവരുടെയും ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഭാഗത്ത് എല്ലാവർക്കും ഒരു സംശയം വരുന്നതാണ്. നമുക്ക് സിമ്പിളി നോക്കാം. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കുറവാണ് -1, അതിനെക്കാട്ടിലും കുറവാണ് -2, -3, -4, -5. അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം റീച്ച് ആവുന്നത് 0 ആണ്, പിന്നീട് ആണ് -5 റീച്ച് ആവുന്നത്. എന്നാൽ നമ്മൾ എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ആദ്യം റീച്ച് ആവുന്ന ടെമ്പറേച്ചർ ഏതാണെന്നറിയോ? -5 ആണ്. അപ്പോൾ -5 നമുക്കറിയാം ഇത് നോർമൽ വാട്ടർ. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ രണ്ടും ഇത് പറഞ്ഞുതരാം. ഇത് നോർമൽ വാട്ടർ, ഇത് സോൾട്ട് വാട്ടർ. നോർമൽ വാട്ടർ ഐസ് ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, ഇത് ഐസ് ആവുന്നത് -5 ഡിഗ്രി സെൽഷ്യസ്. അതായത് 0 കഴിഞ്ഞു, -1 കഴിഞ്ഞു, -2 കഴിഞ്ഞു, -3 കഴിഞ്ഞു, -4 കഴിഞ്ഞിട്ടേ ഇതെന്ത് ചെയ്യത്തുള്ളൂ? ഇത് ഐസ് ആകത്തുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രീസ്, ഇവിടെ ഇത് ഫ്രീസായി, ഇവിടെ ഇത് ഫ്രീസായി. ഓക്കെ, ഇനി തിരിച്ച് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഐസ് കട്ടായിട്ടിരിക്കുകയാണ്. ഇവരെ ഞാൻ എടുത്തിട്ട് നോർമലി വെളി വെച്ചപ്പം ഇപ്പം ഓൾറെഡി ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം -5 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ 0 ആയപ്പോഴേ എന്ത് ചെയ്തു? 0 ആയപ്പോഴേ ഇത് ഫ്രീസായി. ആണോ അനീറ്റ? പക്ഷേ ഇപ്പം രണ്ടിൻ്റെ ടെമ്പറേച്ചർ എന്ന് തന്നെ, രണ്ടിൻ്റെ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആണോ? ഇനി ഞാൻ ഇതിനെ -10 ആക്കുവാന്ന് വിചാരിച്ചു. -10 ഞാൻ ആ ഫ്രീസറിന്റെ എന്താണ് ടെമ്പറേച്ചർ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ -10 ആക്കുവാണെങ്കിൽ ഇതും -10 ഡിഗ്രി സെൽഷ്യസ്, ഇതും -10 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുക. അപ്പൊ ഇതും ഐസാണ്, ഇതും ഐസാണ് ഇപ്പോഴും. ആണോ? ഞാൻ ഇതെടുത്ത് വെളി വെച്ചെന്ന് വിചാരിച്ചോ. വെളി വെച്ചപ്പം ആദ്യം 0 എന്താണ് -10 എന്ന് പറയുന്നത് -9 ആവും, -9 ആവും, പിന്നെ -8 ആവും, -7 ആവും, -6 ആവും, -5 ആവും. -5 ആകുമ്പോൾ ഈ സോൾട്ട് വാട്ടർ എന്തായിട്ട് മാറും? അത് ഫ്രീസിങ്ങിൽ നിന്നും അതിന്റെ മെൽറ്റിങ്ങിലേക്ക് വരും. കാരണം അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഒന്ന് തന്നെയല്ലേ? അപ്പം ഇവിടെ 0 ആണോ -5 ആണോ തിരിച്ചു വരുമ്പോൾ ആദ്യം റീച്ച് ആവുന്നത്? അതുകൊണ്ടാണ് അത് ആദ്യം ഉരുകുന്നത്. മനസ്സിലായോ? പിന്നീട് റൂം ടെമ്പറേച്ചറിലേക്ക്, അതായത് പിന്നീട് പെതുക്കെ ആവത്തുള്ളൂ. അതായത് പിന്നീട് -4 വന്ന്, -3 വന്ന്, -2 വന്ന്, -1 വന്ന് 0 വരുമ്പോഴേ ഈ വെള്ളം ഉരുകാൻ തുടങ്ങത്തുള്ളൂ. മീൻസ് ഐസ് ഉരുകാൻ തുടങ്ങത്തുള്ളൂ, നോർമൽ വാട്ടർ. അപ്പൊ അതിനു മുമ്പേ എന്ത് ചെയ്യും? മറ്റേവർ ഇവർ ഉരുകി തുടങ്ങും. ഇതാണ് നമ്മുടെ കാനഡയിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. എന്താണെന്നറിയോ? ഇവർ ഐസ് ആയിട്ടിരിക്കും. ഒരു നോർമലി അവിടുത്തെ ടെമ്പറേച്ചർ -20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. അവിടുത്തെ ഐസിന്റെ ടെമ്പറേച്ചർ കട്ടായിട്ടിരിക്കുക. അവർ ഉപ്പിടുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ ഒരു -60 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. രാവിലെ വെയിൽ വരുന്ന സമയത്ത് ആദ്യം ഉരുകുന്നത് ഇതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ പിന്നീട് ചിലപ്പം ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്തു? ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു. പക്ഷെ തിരിച്ച് വെയിൽ ചൂടാക്കുന്ന സമയത്ത്, വെയിൽ വരുന്ന സമയത്ത് ആദ്യം റീച്ച് ആവുന്ന ടെമ്പറേച്ചർ അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴേ എന്ത് ചെയ്യും? അതങ്ങ് ഉരുകി തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വരാൻ നിൽക്കേണ്ട, അപ്പോഴത്തേക്ക് ഉരുകി തുടങ്ങി അതെല്ലാം ഉരുകി മാറും. പിന്നെയും എന്താണ് പ്രശ്നം? എന്താ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് വീണ്ടും രാത്രിയാകുമ്പോൾ വീണ്ടും റോട്ടിൽ ഇത് വരും. ഇത് തന്നെ അവരെല്ലാ രാത്രിയിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? ഇതാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ, അപ്പം ഇനി ഒരു കാര്യം കൂടെ, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. എഴുതിക്കോ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഒന്നെന്ന് എഴുതിയിട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തേത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതേപോലെ തന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്.
അതേപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ ആശുപത്രിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് മറ്റേ ഇതെടുത്തില്ലേ, ഡ്രിപ്പ് ഇടത്തില്ലേ, ഡ്രിപ്പ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് കൃത്യമായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സെല്ലുകൾ ഒന്നെങ്കിൽ ഷ്രിങ്ക് ആവാനോ അല്ലെങ്കിൽ വലുതായിട്ട് പൊട്ടിപ്പോകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരണം വരെ സംഭവിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യും. ഓരോ കാര്യങ്ങളുടെയും ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞ് 4 പ്രോപ്പർട്ടി വിത്ത് ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് ഡെറിവേഷൻ ഒന്നും അല്ല ചോദിക്കുന്നത്, ഇവിടെ ഒന്ന് പ്യുവർലി ന്യൂമറിക്കൽ ആയിരിക്കും കൂടുതലും ചോദിക്കാറ്. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ.